നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. കൊടിയ ചൂടിനിടെ പാമ്പ് ഭീതിയിൽ സംസ്ഥാനം. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ 2 പേർക്ക് അടിയേറ്റു. വളർത്തുമൃഗങ്ങളെയും കടിച്ചു. കോഴിക്കോട് കുറ്റ്യാടിയിൽ തലയണക്കിടയിൽ 5 പാമ്പിൻ കുഞ്ഞുങ്ങൾ. മൂവാറ്റുപുഴയിലും താനശ്ശേരിയിലും പാമ്പുകളെ പിടിച്ചു. 3 ആഴ്ചയ്ക്കകം കടിയേറ്റത് 27 പേർക്ക്. മരിച്ചത് 5 പേർ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സൂര്യാഘാതം. കണ്ണൂരും പാലക്കാടും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് പൊള്ളലേറ്റു. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം തേടി KSEB. അപ്രഖ്യാപിത പവർ കട്ടിൽ ആരോപണവുമായി സണ്ണി ജോസഫ്. പേര് പറയാതിരുന്നാൽ പ്രശ്നം തീരുമോ എന്ന് ചോദ്യം. തൃശൂർ പൂരത്തിന് പരിസമാപ്തി. ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ് പാറമേക്കാവും തിരുവമ്പാടി. പുരാവേശത്തിന് ഇനി 1 വർഷത്തെ കാത്തിരിപ്പ്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ 1 മരണം കൂടി. മരണസംഖ്യ 17ആയി. ചികിത്സയിലിരിക്കെ മരിച്ചത് തൃശൂർ കുണ്ടന്നൂർ സ്വദേശി രാകേഷ്. ഇടുക്കി നെടുങ്കണ്ടത്ത് ശരീരഭാഗങ്ങൾ കണ്ടെടുത്ത് പോലീസ്. ഇരട്ടക്കൊലയെന്ന് സംശയം. കാണാതായ 2 പേരുടേതെന്ന നിഗമനം. ഇടുക്കി SP ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്ത്. കാസർഗോഡ് പടന്നയിലെ ശൈശവവിവാഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മഹല്ല് സെക്രട്ടറിക്കെതിരെ അഴിക്കാൽ ജുമാ മസ്ജിദിലെ ഉസ്താദ്. വിവാഹം നടത്തിയത് കുട്ടി പ്രായപൂർത്തിയായെന്ന് തെറ്റിദ്ധരിപ്പിച്ചെന്ന് മൊഴി. AAPക്ക് വീണ്ടും തിരിച്ചടി. MP മാരുടെ കൂറുമാറ്റം അംഗീകരിച്ച് രാജ്യസഭാ അധ്യക്ഷൻ. 7 MP മാരും ഇനി BJP പ്രതിനിധികൾ. വൈറ്റ് ഹൌസ് വെടിവെപ്പിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരങ്ങൾ. ട്രംപിന് പുറമെ ഉന്നത ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടിരുന്നുവെന്ന് കണ്ടെത്തൽ. പ്രതി തോമസ് അലനെ കോടതിയിൽ ഹാജരാക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷം. അമേരിക്കയ്ക്ക് വഴങ്ങില്ലെന്ന് ഇറാൻ. 3 ഉപാധികൾ മുന്നോട്ട് വച്ചു. നയന്ത്രണത്തിലും പുതിയ നീക്കം. അബ്ബാസ് അറക്ചി റഷ്യയിൽ. ആണവ പദ്ധതികളിൽ പുടിനുമായി ചർച്ച. ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് ഭീതി പടർത്തി വീണ്ടും പാമ്പുകൾ. കഴിഞ്ഞ ദിവസം ജീവൻ നഷ്ടമായ 2 പേരടക്കം 5 പേർ മരിച്ചു. ഇന്ന് 4 പേർക്കാണ് കടിയേറ്റത്. തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വീടുകളിൽ നിന്ന് പാമ്പിനെ പിടികൂടി. കുറ്റ്യാടിയിൽ കുട്ടികളുടെ തലയണയ്ക്കടിയിൽ 5 പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തി. ചൂടുകാലം ആരംഭിച്ച ശേഷം സംസ്ഥാനത്ത് ഇതുവരെ പാമ്പ് കടിയേറ്റത് 27 പേർക്കാണ്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അനീഷ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഭീതി സംസ്ഥാനത്തുടനീളമുണ്ട്, സംശയമില്ല. ഇപ്പോൾ ഓരോ ദിവസവും കൂടുതൽ കേസുകൾ, വീടിനുള്ളിൽ പോലും കട്ടിലിൽ പോലും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും ഈ അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതോടുകൂടി പാമ്പുകൾക്ക് മാളത്തിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥ വരികയും അവ കൂട്ടമായി തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് എല്ലാ ഇടങ്ങളിൽ നിന്നും ദൃശ്യമാകുന്നത്. 27 പേരെയാണ് ആ പാമ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കടിച്ചിരിക്കുന്നത്. ഇതിൽ 5 പേർ മരണത്തിന് കീഴടങ്ങി എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ കണ്ണൂരിലും ഇടുക്കിയിലുമൊക്കെയാണ് വീട്ടമ്മമാരടക്കമുള്ളവർ ഈ പാമ്പ് കടിയെ തുടർന്ന് മരിച്ചത്. നേരത്തെ തൃശ്ശൂരിലും കായംകുളത്തുമൊക്കെ പാമ്പ് കടിയേറ്റ് കുട്ടികളടക്കമുള്ളവർ മരിക്കുന്നതും അവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒരു മാറ്റവുമില്ലാതെ വീണ്ടും ഈ ഒരു പാമ്പിൻ്റെ ഭീതി തുടരുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഇന്ന് തന്നെ ഇപ്പോൾ ഇരിങ്ങാലക്കുട കോറോത്തുപറമ്പിൽ 2 പേർക്ക് പാമ്പ് കടിയേറ്റിരുന്നു. വെള്ളയപ്പറമ്പിൽ പ്രസീത എന്ന സ്ത്രീക്ക് വീട്ടിലെ പുല്ല് പറിക്കുന്നതിനിടെ പാമ്പ് കടിക്കുകയായിരുന്നു. ഒപ്പം താനശ്ശേരി കനാൽ ബന്ധിന് സമീപത്ത് വെച്ച് നടപ്പറമ്പ് സ്വദേശിയായ സനീഷ എന്നയാൾക്കും പാമ്പിൻ്റെ കടിയേറ്റു. അദ്ദേഹം കിണർ നിർമ്മാണ തൊഴിലാളിയായിരുന്നു. സാധനങ്ങൾ
വാടകയ്ക്ക് എടുക്കുന്നതിനെ താണിശ്ശേരിയിൽ എത്തിയപ്പോഴാണ് പാമ്പ് കടിച്ചത്. ഒപ്പം പേരാമ്പ്ര കണിപ്പൊയിൽ അഞ്ജലി എന്ന യുവതിക്കും പാമ്പിൻ്റെ കടി വെച്ചിരുന്നു. അവരെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവർ അപകട നില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതായത് ഇപ്പോഴും പുതുതായ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മുമ്പ് എങ്ങുമല്ലാത്ത വിധം കൂടുതൽ ആളുകൾ ഈ പാമ്പൊടി ഏൽക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഒപ്പം ഇന്നലെയാണ് കുറ്റ്യാടിയിൽ ഒരു വീട്ടിൽ നിന്നും 5 വെള്ളിക്കെട്ടൻ പാമ്പുകളെ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഈ 1 വയസ്സുള്ള ആൺകുഞ്ഞും 8 വയസ്സുള്ള പെൺകുഞ്ഞും കിടന്നുറങ്ങുന്ന കിടക്കയുടെ സമീപത്ത് തലയണക്കടുത്ത് നിന്നുമാണ് ഈ പാമ്പിനെ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ ഈ 8 വയസ്സുള്ള പെൺകുട്ടി ഈ ശുചിമുറിയിലേക്ക് പോയപ്പോൾ അവിടെ നിന്നും ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്. പിന്നീട് വിശദമായി നടത്തിയ പരിശോധനയിലാണ് വീടിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി 3 പാമ്പുകളെ കൂടി കണ്ടെത്തിയത്. അങ്ങനെ ആ വീട്ടിൽ നിന്നും പൂർണ്ണമായ 5 പാമ്പുകളെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ വീട്ടുകാർ ആ വീട്ടിൽ നിന്നും ഒഴിഞ്ഞ് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നു. നേരത്തെയൊക്കെ ഈ അടച്ചുറപ്പില്ലാത്ത വൃത്തിഹീനമായ രീതിയിലുള്ള വീടുകളിലൊക്കെയാണ് ഈ പാമ്പിൻ്റെ സാന്നിധ്യം കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നല്ല ചുമരുകളുള്ള നല്ല ടൈലിട്ട തറകളൊക്കെ ഉള്ള വീടുകളിലേക്കും പാമ്പുകൾ എത്തുന്നു എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന വസ്തുത. പ്രധാനമായും ഈ വെള്ളിക്കെട്ടൻ വിഭാഗത്തിലുള്ള ആ പാമ്പുകൾ ഈ പുഴയിലൊന്നും കിടക്കാൻ വയ്യാതെ ചൂട് കൂടുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി അത് തണുപ്പ് അനുകൂലമായ ഘടകമുള്ള അല്ലെങ്കിൽ തണുപ്പ് വേണ്ട ഒരു പാമ്പാണ്. അവ തണുപ്പ് തേടി വരും. അങ്ങനെയാണ് ആ വീടിനുള്ളിലേക്ക് മറ്റുമൊക്കെ പലപ്പോഴും കയറുന്നത്. ഒരുപക്ഷെ തുറന്നിട്ടിരിക്കുന്ന വാതിലുകൾ ജനലുകൾ എന്നിവയിൽ കൂടിയും ഒപ്പം ഈ കാട്ടിലേക്കും മറ്റും തുറന്നിരിക്കുന്ന ചെറിയ ദ്വാരങ്ങളിൽ കൂടിയും ഒക്കെയാണ് ഈ പാമ്പുകൾ അകത്തേക്ക് കയറുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് വിദഗ്ധരൊക്കെ നൽകുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഈ പാമ്പ് കടിയേറ്റ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു, മരണനിരക്ക് വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഒപ്പം ഈ വെള്ളിക്കെട്ടൻ വിഭാഗത്തിലുള്ള പാമ്പ് കടിച്ചാൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവില്ല, അല്ലെങ്കിൽ പാമ്പ് കടിച്ച ഒരു പ്രതീതി ഉടൻ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. കുറച്ചു നേരം കഴിയുമ്പോൾ ശരീരത്തിൽ ഈ വിഷം കയറുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അവയിൽ നിന്നാണ് പിന്നീട് പാമ്പ് കടിയേറ്റു എന്ന് പലപ്പോഴും പലരും തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചികിത്സ കൃത്യസമയത്ത് നൽകാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. എന്തായാലും അതീവ ജാഗ്രത അനിവാര്യമായ ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. രഞ്ജിത്ത്, സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നു. നിരവധി സ്ഥലങ്ങളിൽ അപകടകാരികളായ പാമ്പുകളെ കണ്ടെത്തുന്നു. ജാഗ്രത വേണമെന്നുള്ള മുന്നറിയിപ്പ് അധികൃതർ നൽകുകയും ചെയ്തു. വേനൽമഴ ശക്തി പ്രാപിക്കാതെ പോയതോടെ സംസ്ഥാനത്ത് പകൽ താപനില മാറ്റമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഏറ്റവും അധികം താപനില രേഖപ്പെടുത്തിയത് പാലക്കാട് കൊല്ലങ്കോടാണ്, 39.7 ഡിഗ്രി സെൽഷ്യസ്. തൊട്ടുപിന്നാലെ പത്തനംതിട്ട ജില്ലയാണ്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച മഴ പെയ്തേക്കുമെന്ന് പ്രവചനമുണ്ട്. മഹാരാഷ്ട്രയ്ക്കും കർണാടകയ്ക്കും മുകളിലായി രൂപപ്പെട്ട ആന്റി സൈക്ലോണും ഇതോടൊപ്പം കർണാടകയുടെ മുകളിൽ നീളുന്ന ന്യൂനമർദ്ദ പാത്തിയുമാകും മഴയ്ക്ക് കാരണമാവുക. സംസ്ഥാനത്ത് വേനൽ ചൂട് തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസും കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസുമാണ് ഇന്ന് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചൂട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഈ പറയുന്നതിലും അധികമായിരിക്കും പൊതുജനങ്ങൾക്ക് അനുഭവവേദ്യമാവുന്ന ചൂട്. മാത്രമല്ല ഒരു തീരദേശ സംസ്ഥാനം കൂടിയാണ്, അതുകൊണ്ട് ഹ്യൂമിഡിറ്റി ഉയർന്നു നിൽക്കുന്നതും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകാൻ കാരണമാകും. ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയമാണ് ചൂടുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ. അത് സംസ്ഥാന സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടക്കം നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അത് ഇന്നും വരുന്ന ദിവസങ്ങളിലെല്ലാം പിന്തുടരണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന നിർദ്ദേശം. പ്രധാനമായിട്ടും 11 മണി മുതൽ 3 മണി വരെയുള്ള ചൂട് നേരിട്ട് ഏൽക്കാതിരിക്കുക. അത്യാവശ്യമായി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുട നിർബന്ധമായും കയ്യിൽ കരുതണം, അത് ഉപയോഗിക്കണം. ഒപ്പം തന്നെ നിർജ്ജലീകരണം ഒഴിവാക്കുകയും വേണം. നമുക്കറിയാം വലിയ രീതിയിലുള്ള വാർദ്ധക്യ ജനത നിലനിൽക്കുന്ന, അതായത് 60 വയസ്സിന് മുകളിലുള്ള വലിയൊരു ജനത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പലരും പല അസുഖങ്ങളും മരുന്ന് കഴിക്കുന്നവരടക്കമാണ്. അവരെ അടക്കം ഈ ഒരു ചൂടിനെ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സൂര്യാഘാതം അടക്കമുള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മരണമടക്കം സംഭവിക്കാനുള്ള തരത്തിലുള്ള ചൂട് ഇപ്പോൾ നിലനിൽക്കുന്നു. കാരണം തുടർച്ചയായി വെയിലേൽക്കുകയാണെങ്കിൽ സൂര്യാഘാതത്തിനും തുടർന്ന് അത് മരണത്തിന് വരെ കാരണമാകാനും സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി യോഗം നടത്തിയ വിലയിരുത്തലിൽ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാനുള്ള നീക്കം സർക്കാർ തലത്തിൽ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിലും ചൂട് അതേപോലെ തന്നെ തുടരും. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഒരു പ്രധാന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ഒറ്റപ്പെട്ടുള്ള മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാളെ മുതൽ ചെറിയ 40 കിലോമീറ്റർ വേഗതയിലടക്കമുള്ള ചൂട് കാറ്റിനും ഒപ്പം ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കും സാധ്യത ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചൂട് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ പോലും ചൂട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാനാണ് സാധ്യത. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.
കണ്ണൂരും പാലക്കാടും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് സൂര്യാതപമേറ്റു. കണ്ണൂരിൽ കാടാച്ചിറ സ്വദേശി രജീഷിനാണ് പൊള്ളലേറ്റത്. ചൂടേറ്റ് കൈത്തണ്ടയിൽ പൊള്ളി അടരുകയായിരുന്നു. പാലക്കാട് കുപ്പിയോട് സ്വദേശി ജയനും പൊള്ളലേറ്റു. കുട്ടുപാതയിൽ നിന്നും ഒലവക്കോട്ടേക്ക് സവാരി പോയി മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. ഇരുവരും ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ തേടി. സംസ്ഥാനത്ത് അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണവുമായി KSEB ഉപയോഗമുയരുന്ന സമയങ്ങളിൽ തടസ്സപ്പെടും എന്ന മെസ്സേജ് ഉപഭോക്താവിന് ലഭിക്കും. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് പുതിയ നിയന്ത്രണം. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയതോടെ 250 മെഗാവാട്ട് വൈദ്യുതി പുറമേ നിന്നും എത്തിക്കാൻ KSEBക്ക് കഴിഞ്ഞ ദിവസം അനുമതി കിട്ടിയിരുന്നു. വേനൽ കടുത്തതോടുകൂടി സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് ഈ തവണ എത്തിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ 10 കോടി യൂണിറ്റാണ് ഒരു ദിവസം KSEBക്ക് ആവശ്യമായി വരുന്നത്, അതായത് ഉപഭോഗം വരുന്നത്. അത് ഇത്തവണ 11 കോടിയിലധികം യൂണിറ്റ് ഒരു ദിവസം വേണ്ട ഒരു റെക്കോർഡിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് KSEB ഒരു ദിവസം വേണ്ട, അതായത് ഉപഭോഗത്തിന്റെ ആവശ്യമായിട്ടുള്ള യൂണിറ്റിന്റെ 30% മാത്രമാണ്, ഏകദേശം 30% മാത്രമാണ് ഇവിടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കിയുള്ള ശതമാനം, അതായത് 70 മുതൽ 80% വരെ സംസ്ഥാനത്ത് നിന്നും പുറമേ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി വലിയ രീതിയിൽ ഇപ്പോൾ KSEBയെ ബാധിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലും അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന് പ്രധാനമായും KSEB മുന്നോട്ട് പറയുന്നത് പീക്ക് സമയങ്ങളിലാണ് ഈ ഒരു വൈദ്യുതി നിയന്ത്രണം വരുന്നത്. ആ സമയങ്ങളിൽ 6300 മെഗാവാട്ടാണ് പരമാവധി KSEBയുടെ സംവിധാനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ശേഷി. അതിനപ്പുറത്തേക്ക് ഉപഭോഗം പോവുകയാണെങ്കിൽ ഈ സംവിധാനങ്ങൾ കേടുപാട് പറ്റാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലാണ് ആ സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അല്ല എങ്കിൽ അവശ്യ സർവീസുകളായിട്ടുള്ള, അവശ്യ സേവനങ്ങളായിട്ടുള്ള ആശുപത്രി, റെയിൽവേ തുടങ്ങിയ പല മേഖലകൾക്കും ഈ വൈദ്യുതി നിയന്ത്രണം അല്ലെങ്കിൽ വൈദ്യുതി പെട്ടെന്ന് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ KSEBയുടെ ഭാഗത്ത് ഈ നിയന്ത്രണം വരുന്നതെന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് അടക്കം കേരളത്തിൽ ലോഡ് ഷെഡിംഗ് തന്നെ അപ്രഖ്യാപിതമായി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് ആരോപിച്ചത്. മന്ത്രി പറയുന്നു ലോഡ് ഷെഡിംഗ് ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ അനുഭവത്തിൽ, ഞാൻ തന്നെ വീട്ടില് അനുഭവത്തിൽ എല്ലാ ദിവസവും കറണ്ടിട്ടുണ്ട്, രാത്രിയുണ്ട് പകലുണ്ട്, എല്ലാ ദിവസവും. അതിനേക്കാൾ നല്ലത് ഗവൺമെന്റ് തെളിച്ചു പറയുന്നതാണ്. ഇങ്ങനെ വൈദ്യുതി ക്ഷാമമുണ്ട്, പ്രശ്നമാണ്, വേനലാണ്, വലിയ ഉപയോഗമുണ്ട്, അതുകൊണ്ട് ഇന്ന നിയന്ത്രണം ഏർപ്പെടുത്തു എന്ന് പരസ്യമായിട്ട് ജനങ്ങളുടെ അടുത്ത് പറയാതെ ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. വൈദ്യുതി കട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കും. വരുന്ന ദിവസങ്ങളിൽ ഈ നിലനിൽക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി പുറമേ നിന്നും 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള അനുമതി ഇപ്പോൾ KSEBക്ക് ലഭിച്ചിട്ടുണ്ട്. പരമാവധി 10 രൂപ നിരക്കിൽ യൂണിറ്റിന് പുറമേ നിന്നും വൈദ്യുതി എത്തിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് ഈ ഒരു പ്രതിസന്ധി മറികടക്കാനാണ് നീക്കമെങ്കിൽ അത് യൂണിറ്റിന്, പ്രതിദിന യൂണിറ്റിന്, അതായത് ഒരു ഉപഭോക്താവ് ഉപയോഗിക്കുന്ന യൂണിറ്റിന് വില വർദ്ധിക്കാനും അത് കറണ്ട് ബില്ലിനെ ബാധിക്കാനടക്കം സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള കടുത്ത നീക്കത്തിലേക്ക് KSEB പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒരു 10 വർഷത്തെ വലിയ രീതിയിലുള്ള ഒരു നേട്ടമായിട്ട് തന്നെ ലോഡ് ഷെഡിംഗ് ഇല്ലാതിരിക്കുന്നത് മുൻനിർത്തി കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധിയെ KSEB ഏത് തരത്തിൽ മറികടക്കും, അതിന്റെ ഭാരം ജനങ്ങളിലേക്ക് എത്തുമോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് പടന്നയിലെ ശൈശവ വിവാഹത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മഹല്ല് സെക്രട്ടറിക്കെതിരെ അഴീക്കാൽ ജുമാ മസ്ജിദിലെ ഉസ്താദ് ഖതീബ് റഹമത്തുള്ള രംഗത്തെത്തി. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതായി തെറ്റിദ്ധരിപ്പിച്ചാണ് ചടങ്ങുകൾ നടത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ. താൻ നിക്കാഹ് ചടങ്ങ് നടത്തി കൊടുക്കുക മാത്രമാണ് ചെയ്തത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്നും അറിഞ്ഞിരുന്നെങ്കിൽ ചടങ്ങ് നടത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു ഉസ്താദ് പറഞ്ഞത്. ഇങ്ങനെ നിക്കാഹത്തെ പണിക്കുള്ള ദിവസം ടൈമിന് നിക്കാഹിനെന്ന് അറിയിക്കും. നമ്മൾ പോകും, നിക്കാഹ് ചെയ്യും, അവരൊക്കെ പോരും. നമ്മൾ വേറെ നമ്മൾ അറിയുന്നില്ല. നമ്മളത് അറിയുന്ന ആൾക്കാരുടെ എല്ലാം അവരുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് എത്തുന്നത്. പെണ്ണിന്റെ പ്രത്യേകത അത് ഇപ്പോൾ എടുക്കാറ്, ചെക്കന്റെ പ്രത്യേകത എനിക്ക് പറ്റും എപ്പോഴും ഈ സമയം വരെ എനിക്ക് അത് പരിചയം. പള്ളിക്കാൻ പറ്റി ഔദ്യോഗികമായിട്ട് സെക്രട്ടറി ആണല്ലോ നമ്മൾ അറിയിക്കല്. സാധാരണ അറിയിക്കും എല്ലാ ജമാഅത്തിലുള്ള മെമ്പർമാരും പറയുന്നില്ല. സാധാരണ നടക്കല്. ഇടുക്കി നെടുങ്കണ്ടത്ത് KV ബൈജു വിവരങ്ങളുമായി ചേരും. ബൈജു, ഇതിപ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു, പ്രതികളുണ്ട്, ഈ ഉസ്താദിനെ അടക്കം ഈ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ പ്രായപൂർത്തിയായില്ല അറിയാതെയാണ് ഈ വിവാഹം നടത്തിയതെന്നുള്ള വിശദീകരണം തൃപ്തികരമാണോ?
രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനം ഈ ശൈശവ വിവാഹം നടന്നിട്ടില്ല എന്ന് വാദിക്കാനായിരുന്നു ഈ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ ശ്രമിച്ചത്. അതിനെ പൊളിക്കുന്ന കൃത്യമായ വീഡിയോ, അതായത് ഈ ഉസ്താദിന്റെ കാർമ്മികത്വത്തിലാണ്, റഹ്മത്തുള്ള എന്ന് പറയുന്ന ഉസ്താദിന്റെ കാർമ്മികത്വത്തിലാണ് ഇത്തരത്തിൽ 16 വയസ്സുകാരിയെ 28-കാരൻ വിവാഹം ചെയ്യുന്നത്. അങ്ങനെ ഒരു വിവാഹം നടന്നതിന്റെ രേഖകൾ അവിടെയില്ല, CCTV ദൃശ്യങ്ങളില്ല, അതെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു. അതിനിടയിലാണ് ഈ ഉസ്താദ് ഇത് വെളിപ്പെടുത്തുന്നത്. അതായത് ചൈൽഡ് ലൈൻ പ്രവർത്തകരെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് മുന്നിലാണ് ഇത്തരത്തിൽ ജമാഅത്ത് സെക്രട്ടറി പറഞ്ഞു, അതുകൊണ്ട് താൻ ചെയ്തു എന്ന് കൃത്യമായി അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. PK താജുദ്ദീൻ എന്ന് പറയുന്ന ജമാഅത്ത് സെക്രട്ടറി, അതോടൊപ്പം പഠന പഞ്ചായത്ത് അംഗം കൂടിയാണ്, 13ാം വാർഡ് അംഗം കൂടിയാണ് PK താജുദ്ദീൻ. ഈ താജുദ്ദീന്റെ നിർദ്ദേശപ്രകാരം താൻ ഇങ്ങനെ ഒരു വിവാഹം ചെയ്തു കൊടുക്കുകയായിരുന്നു എന്ന് സമ്മതിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വരൻ സാബിർ രാജ്യം വിട്ടത് കൊറിയയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്നാലും ഈ വധുവിന്റെ പിതാവ് ഉൾപ്പെടെയുള്ള 4 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഇങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ഒരു വിഭാഗം പള്ളി ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ രംഗത്ത് വന്നിരുന്നു. പക്ഷേ അത് കൃത്യമായി വിവാഹം നടന്നു എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അത് ഈ ഉസ്താദ് ഇത്തരത്തിൽ ഈ ശിശുക്ഷേമ പ്രവർത്തകർക്ക് വിവരിക്കുന്ന ആ ദൃശ്യമാണ്. ആ ദൃശ്യത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, താൻ ഇങ്ങനൊരു വിവാഹം നടത്തി കൊടുത്തു, ജമാഅത്ത് സെക്രട്ടറി ഇത് പറഞ്ഞു, അപ്പോൾ താൻ അതിൽ ഈ ചെയ്തു കൊടുത്ത മാത്രമാണ് താൻ, ജമാഅത്ത് സെക്രട്ടറിയാണ് ഇതൊക്കെ പരിശോധിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ വധുവിന്റെ മഹൽ കമ്മിറ്റിക്കാർ പ്രായപൂർത്തിയാകാത്തതിനെ തുടർന്ന് അവിടെ ഈ ഒരു വിവാഹം നടത്താൻ സമ്മതിച്ചില്ല. പിന്നീട് വരന്റെ വീടിനടുത്തുള്ള അഴീക്കാൽ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന അവിടെ നിന്നാണ് ഇങ്ങനെ വിവാഹം നടത്തിയത്. മാത്രമല്ല ഇതിന് ശേഷം ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തണം എന്നൊരു ആവശ്യമായിരുന്നു. ഏതായാലും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതിനിടയിലാണ് ഇത് കൃത്യമായ തെളിവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. രഞ്ജിത്ത്, ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടുക്കി നെടുങ്കണ്ടത്ത് പച്ചടിയിൽ ഇരട്ടക്കൊലപാതകമെന്ന സംശയം പോലീസ് നടത്തിയ പരിശോധനയിൽ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. വീടിന് സമീപം കുഴിച്ചിട്ട നിലയിലായിരുന്നു ഇവ. പച്ചടി, പൊന്നൂട്ടയിൽ മേരിക്കുട്ടി, റെജി എന്നിവരെ ഈ മാസം 2 മുതൽ കാണാതായിരുന്നു. ഇടുക്കി SP ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മറിയക്കുട്ടിയും 70 വയസ്സുള്ള മറിയക്കുട്ടിയുടെ ഒരു മകൻ റെജിയെയും കാണാനില്ല എന്ന് പറഞ്ഞ് പരാതിയാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു, മിസ്സിങ്ങിന് കേസെടുത്തു 57 KP ആക്ട് പ്രകാരം. അതിൻ്റെ ബേസിൽ അന്വേഷണം നടത്തി. പക്ഷേ മനസ്സിലാകുന്ന കാര്യം ഇവരുടെ വേറൊരു മകനും കൊണ്ടുണ്ട്, സജി ഇന്നലെ വൈകുന്നേരം മുതൽ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിന് നേരത്തെയും ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അങ്ങോട്ടും വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണെന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് അന്വേഷണം നടത്തിയപ്പോൾ സംശയകരമായ കുറേ സാഹചര്യങ്ങളുണ്ട്. അവർ രണ്ടുപേരും കൊലപ്പെട്ടതാണെന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ RDO ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം RDO താമസിയാതെ വരും. അതുപോലെ പോലീസ് സർജൻ സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംശയിക്കുന്നത് അവരെ കൊലപ്പെടുത്തി ഇവിടെ അടക്കം ചെയ്യുന്നൊരു സംശയമുണ്ട്. എക്സ്ഹ്യൂമേഷൻ നടത്തേണ്ടി വരും. അതിനുവേണ്ടിയാണ് RDO വരുന്നത്. പ്രിൻസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പ്രിൻസ്, പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അല്ലേ ഈ 2 പേരുടെ ശരീരഭാഗങ്ങളാണ് എന്ന്? രഞ്ജിത്ത്, തീർച്ചയായും ഈ 70-കാരിയായ മേരിക്കുട്ടി, മകൻ 48 വയസ്സുകാരനായ റെജി എന്നിവരുടെ മൃതദേഹങ്ങളാണ് എന്നാണ് കരുതുന്നത്. വീടിന് സമീപത്ത് തന്നെയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടത്. എന്തായാലും മൃതദേഹ അവശിഷ്ടങ്ങൾ ഈ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഫോറൻസിക് സംഘമടക്കം ഇവിടെ എത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇടുക്കി SP അടക്കമുള്ള പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ സംഭവത്തിലുണ്ട്. ഇവർക്കിവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ തന്നെ മൃതദേഹങ്ങൾ പുറത്തേക്കെടുത്ത് വിശദമായ പരിശോധന നടത്തേണ്ട നടപടികളിലേക്ക് ആരംഭിക്കും. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ റെജിമോനെയൊക്കെ ഈ പ്രദേശത്ത് കാണാനുള്ള ഒരു സംശയം. പ്രിൻസ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഇരട്ടക്കൊലപാതകം എന്ന സംശയത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇടുക്കി നെടുങ്കണ്ടത്ത് പച്ചയിലാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. വീടിന് സമീപം കുഴിച്ചിട്ട നിലയിലായിരുന്നു ഇത്. പച്ചടി, പൊന്നൂട്ടയിൽ മേരിക്കുട്ടി, റെജി എന്നിവരെ ഈ മാസം 2 മുതൽ കാണാതായിരുന്നു. വീട്ടിൽ കുടുംബ പ്രശ്നങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രിൻസ്, തുടരാം. തീർച്ചയായും കഴിഞ്ഞ 2 ദിവസങ്ങളായാണ് ധന്യയെ ഇത്തരത്തിൽ കാണാതായത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ.
അതിനുശേഷം ഇവരെ ഇവിടെ കാണാതാവുകയും തുടർന്ന് പോലീസ് പരാതി നൽകുകയും തുടർന്നുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. മംഗളത്തെ ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇയാളെ ഇവരെ അവശിഷ്ടത്തിലേക്ക് കണ്ടെത്തിയത്. എന്തായാലും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. മറ്റൊരു വാർത്തയും ഇടുക്കിയിൽ നിന്നാണ്. കാണാതായ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ ധന്യ ഗണേശനെ കണ്ടെത്തി. മാങ്കുളം 50-ാം മൈലിന് സമീപം ഒഴിഞ്ഞ വീടിന്റെ ബാത്റൂമിനുള്ളിൽ അവശനിലയിലാണ് ഇവരെ കണ്ടെത്തിയത്. ഏപ്രിൽ 22-നാണ് ധന്യയെ കാണാതായത്. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെ പോലീസും ഡോഗ് സ്ക്വാഡും നാട്ടുകാരും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. പ്രിൻസ് തന്നെ തുടരുന്നു. പ്രിൻസ്, വലിയ ദുരൂഹമായ സാഹചര്യമാണല്ലോ. ഇവരെങ്ങനെ ഇവിടെ എത്തപ്പെട്ടു എന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്ത്, അത്തരത്തിലുള്ള വിവരങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ധന്യയെ കഴിഞ്ഞ 22-ാം തീയതി മുതലാണ് കാണാതാകുന്നത്. തുടർന്ന് നാട്ടുകാർ പോലീസിന് പരാതി നൽകിയിരുന്നു. തുടർന്ന് അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ള ഒരു ആരോപണമൊക്കെ ഉയർന്നിരുന്നു. ഇത് തുടർന്നാണ് ഇന്ന് നിലവിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ നാട്ടുകാരും ജനപ്രതിനിധികളും പോലീസും ഒക്കെ ചേർന്ന പരിശോധന നടത്തിയത്. മാങ്കുളം 50-ാം മൈലിൽ ആളൊഴിഞ്ഞ വീട്ടിലെ നിന്നാണ് ഇവരെ ഈ അവശനിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമേ എന്താണ് കാരണങ്ങൾ എന്നത് സംബന്ധിച്ച് വ്യക്തമായി വരികയുള്ളൂ. എന്തായാലും പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ഇത് കുറേ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഇവർ ഇവിടെ സ്വമേധയാ എത്തപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ കൊണ്ടെത്തിച്ചതായിരിക്കാം. അവശനിലയിലാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായി ഇവരിവിടെ കണ്ടേക്കാം. അത്തരം എന്തെങ്കിലും ദുരൂഹതകളോ എന്തെങ്കിലും ബന്ധങ്ങളോ ഏതെങ്കിലും ഈ അന്വേഷണ വഴിയിൽ സൂചനയായി പോലീസിന് കിട്ടിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പോലീസ് വ്യക്തമാക്കുന്നില്ല. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവരെ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു. നാട്ടിൽ നിന്ന് കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. മുൻപ് ഈ പ്രദേശത്ത് ഒരു കൊലപാതകം നടന്ന ഒരു വീടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ മരണം നടന്ന വീടിനോട് ചേർന്നാണ് ഇപ്പോൾ ഇവിടെ കണ്ടെത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ വീടിന്റെ ആളൊഴിഞ്ഞ് അവിടെ നിലവിൽ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു വീടാണ്. അതിന്റെ ശുചിമുറിയിലാണ് ഇവരെ അവസ്ഥയെ കണ്ടെത്തിയത്. മറ്റ് കുടുംബപരമായ പ്രശ്നങ്ങളോ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള അടക്കമുള്ള അന്വേഷണങ്ങൾ, ഇവർക്ക് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ എന്ന അടക്കമുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും വിശദമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുക. എന്തായാലും ഈ സംഭവത്തിൽ ഇവരെ കാണാതായി ദിവസങ്ങളിൽ നാട്ടുകാർ പോലീസ് പരാതി അറിയിച്ചിരുന്നു. എന്നാൽ ഉടൻ തന്നെ ഒരു കൃത്യമായ അന്വേഷണം നടന്നില്ല എന്ന ഒരു ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് ഇന്ന് എന്തായാലും പോലീസും ഡോഗ് സ്ക്വാഡും അടക്കമുള്ളവർ നാട്ടുകാരുടെ സഹായത്തോടെ പരിശോധന നടത്തുകയും അവശനിലയിൽ ഇവരെ കണ്ടെത്തുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. ശരി, പ്രിൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തൃശൂർ പൂരത്തിന് സമാപനം. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ പൂരത്തിന് പരിസമാപ്തിയായി. ഉച്ചയ്ക്ക് 12:35 ആയിരുന്നു ഉപചാരം ചൊല്ലൽ ചടങ്ങ് നടന്നത്. അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 17 മേടം 3-നാണ്. അങ്ങനെ ഇക്കൊല്ലത്തെയും പൂരത്തിന് അവസാനമായിരിക്കുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതികൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞ് 12:35 അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 17 നിശ്ചയിക്കുകയും ചെയ്തു. എന്നാണെങ്കിലും വലിയ ആശങ്കയോടെയായിരുന്നു പൂരത്തിന്റെ തുടക്കമുണ്ടായിരുന്നത്. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി, കുടമാറ്റത്തിന്റെ സമയം വെട്ടിക്കുറച്ചു. പക്ഷെ അതൊന്നും ഇവിടെയൊക്കെ ഒഴുകിയെത്തിയ ജനലക്ഷങ്ങളെ ബാധിച്ചില്ല. എല്ലാവരും എല്ലാം മറന്നുകൊണ്ട് പൂരത്തിൽ പങ്കാളികളായി. അല്ലേ അനുമതി, വലിയ ജനത്തിരക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് പകൽപൂരത്തിന് എന്താണോ ഉണ്ടായിരുന്നത് അത് അതേപോലെ ഉണ്ടാകുന്നു. വലിയ ആരവങ്ങൾ. ഈ ചൂടിനെ ഒന്നും വകവെച്ചുകൊണ്ട് ആളുകൾ മാറി നിന്നില്ല. ഈ വലിയ ചൂട്, അതിഭീകരമായ ചൂടായിരുന്നു. ഇതൊന്നും ആളുകളെ ബാധിച്ചില്ല. ഇരുവിഭാഗത്തിന്റെയും മേളങ്ങൾ വളരെ കാര്യമായി തന്നെ ആസ്വദിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആകെ കുറവ് ഇത് കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു വെടിക്കെട്ടാണ്. പക്ഷേ അത് അടുത്ത തവണ ഇതിലൊക്കെ ആവേശത്തോടെ, വിഷുവിന്റെ തൊട്ടടുത്ത ദിവസമാണ് പൂരം വരാൻ പോകുന്നത്, പൂരത്തിന് തുടക്കമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിൽ ജനങ്ങൾ പിരിയുകയാണ്. ഈ സങ്കടങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ പൂരം ഭംഗിയായി, ഇത്തവണ പലതരം ആശങ്കകളും ഉണ്ടായിരുന്ന ഒരു പൂരമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഭംഗിയായി നടത്താം എന്ന് തൃശ്ശൂർ പ്രത്യേകിച്ച് 2 കമ്മിറ്റികൾ എല്ലാം തെളിയിച്ചൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ എഴുന്നള്ളത്ത് ആരംഭിച്ചു. മണികണ്ഠനാൽ പരിസരത്ത് നിന്ന് പാറമേക്കാവും നായ്ക്കനാൽ പരിസരത്ത് തിരുവമ്പാടിയും എഴുന്നള്ളത്ത് ആരംഭിച്ചു. പ്രധാനമായി എടുത്തു പറയേണ്ടത് മേളങ്ങൾ തന്നെയാണ്. കിഴക്കോട്ട് അനിയന്മാരും ചെറുശ്ശേരി കുട്ടന്മാരും പാറമേക്കാവിനും തിരുവമ്പാടിക്കും വേണ്ടി കൊട്ടിക്കയറുകയായിരുന്നു. ഈ പൂരത്തിന്റെ ഒരു ആവേശം മുഴുവൻ ചൂടിനെയും ഉഷ്ണതരംഗത്തെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു ആവേശം തീർക്കുന്നതായിരുന്നു ആ മേളക്കാഴ്ചകൾ. തുടർന്ന് 12 മണിയോടെയാണ് ഈ മേളങ്ങളിൽ അവസാനിച്ച് ഭഗവതിമാർ വടക്കുന്നാഥ സന്നിധിക്ക് മുമ്പിലേക്ക് എത്തിയത്.
12:35 പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും നേരെ വന്ന് ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ പൂരത്തിന് സമാപ്തിയായിരിക്കുന്നു. ഒരുപാട് ആശങ്കകളും അനിശ്ചിതത്വവും ഒക്കെ നിലനിന്ന ആ പൂരം വളരെ ഭംഗിയായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കലാശിച്ചതിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ആശ്വസിക്കാം. ഇനി നമുക്ക് എന്താണെങ്കിലും അടുത്ത വർഷത്തെ പൂരത്തിനായി കാത്തിരിക്കാം. തീർച്ചയായും അടുത്ത വർഷത്തെ പൂരത്തിന് വലിയ കാത്തിരിപ്പാണ്. കാരണം ഇത്തവണത്തെ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നേറാനുള്ള വലിയ തയ്യാറെടുപ്പുകൾ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഒന്ന് ആനകൾ ഒരുപക്ഷെ ഇളകുമോ, മതമിളകുമോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും, പ്രത്യേകിച്ച് ഇടയുമോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പൂരം പൂർത്തിയായ സന്തോഷത്തിലാണ് ഓരോ തൃശ്ശൂർക്കാരുമുള്ളത്. ജി ശ്രീജിത്തിനും അഖിലോട്ടുപാറയ്ക്കും KP ധനേഷിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കുണ്ടത്തിക്കോട് ദുരന്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തവണ പൂരം നടന്നത്. അതുകൊണ്ട് തന്നെ വെടിക്കെട്ടടക്കം പൂരപ്രേമികൾക്ക് ആവേശമായുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത ഇന്ന് പുറത്തുവന്നു. ഇതോടെ മരണസംഖ്യ 17ആയി. തൃശൂർ കുണ്ടന്നൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിരിക്കുകയായിരുന്നു. അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, 17ലേക്ക് മരണം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ മരിച്ചവരെ സംബന്ധിച്ച്, കാണാതായവരെ സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരവും കണക്കുമൊക്കെ ലഭ്യമായിട്ടുണ്ടോ? പൂരം കലാശിച്ചെങ്കിലും അതിനു മുൻപ് നടന്ന ദുരന്തം, അതിന്റെ വ്യാപ്തി ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചികിത്സയിലിരിക്കുന്നവർ കൂടുതൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം. രാകേഷാണ് ഇന്ന് മരിച്ചത്. അദ്ദേഹം അപകടമുണ്ടായ അന്നു മുതൽ ICUവിലായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. 60% പൊള്ളലേറ്റ സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇന്നലെ എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മരണവും സ്ഥിരീകരിച്ചിരുന്നു. എന്നാണെങ്കിലും 4 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. സർക്കാരിന്റെ കണക്കിൽ ഇപ്പോഴും 13 മരണസംഖ്യ. അതിൽ 12 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഒരു മൃതദേഹം ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നാണെങ്കിലും ഇനി കണ്ടെത്താനുള്ള 4 പേരടക്കം ഈ ഒരു ദിവസങ്ങളിൽ DNA പരിശോധനാ ഫലം വരുന്നതോടെ തിരിച്ചറിയാനാകുമെന്നൊരു പ്രതീക്ഷയാണ്, കണക്കുകൂട്ടലാണുള്ളത്. DNA പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരമോ നാളെയോ ആയിട്ട് ലഭിക്കുമെന്നാണ് അധികൃതരിൽ നമുക്ക് അറിയാനാകുന്നത്. രഞ്ജിത്ത്, അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി. കീഴ്ക്കോടതി വിധിയിലെ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന ആന്റണി രാജുവിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചില്ല. മുൻ മന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ കരുതൽ വീഴ്ത്തുന്നതാണ് കോടതിയുടെ നടപടി. ജസ്റ്റിസുമാരായ സതീഷ് ചന്ദ്ര ശർമ്മ, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിലായിരുന്നു ഹർജി. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി പിന്നീട് സെഷൻസ് കോടതിയും തുടർന്ന് ഹൈക്കോടതിയും ശരിവെക്കുകയായിരുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ നിയന്ത്രണം വരുത്തേണ്ടത് മാധ്യമങ്ങളാണെന്ന് KPCC അധ്യക്ഷൻ. മുഖ്യമന്ത്രി ആരെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അത് നിങ്ങൾക്കാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. നമ്മൾ പറഞ്ഞ നിയന്ത്രണം നിങ്ങളും കൂടെ അംഗീകരിച്ച പ്രശ്നം തീർന്നു. പരസ്യം ഞാൻ കണ്ടില്ല. ഏതായാലും കോൺഗ്രസിനെ മുഖ്യമന്ത്രി എന്ന മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും വലിയ ആത്മവിശ്വാസത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. കോൺഗ്രസിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള ശരിയായ നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ആ തീരുമാനം മുഴുവൻ കോൺഗ്രസ്സുകാരും അംഗീകരിക്കും, ജനങ്ങളും അംഗീകരിക്കും, മാധ്യമങ്ങളും അംഗീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഒക്കെ നേരത്തെ അടിച്ചതല്ലേ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ നേതാക്കളുടെ PR വർക്കുകൾ പരിധി വിടരുതെന്ന് K മുരളീധരൻ. തൃശൂർ പൂരത്തിന് വെടിക്കെട്ടില്ലാതിരുന്നതിനാൽ ആ നിരാശ ഒഴിവാക്കാനാണ് ഇപ്പോഴുള്ള വെടിക്കെട്ട്. അടുത്തയാഴ്ച ഈ നേരമാകുമ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാമെന്നും മുരളീധരൻ ഹാസ്യരൂപേണ പറഞ്ഞു. ചിലപ്പോൾ ഒരു ഒഴിവുകാലത്ത് കുറച്ച് ജനങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു മൂഡ് ഔട്ട് ആവാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ചില വെടിക്കെട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും പരിധി വിടില്ല, ഉറപ്പാണ്. അത് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞോട്ടെ, നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. ഒരാഴ്ച കാത്തിരിക്കും. അടുത്ത ആഴ്ച ഈ നേരമാകുമ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ തിരിച്ചറിയാം. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകണമെന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ നേതാവ് അസ്ലം മഷൂർ തങ്ങൾ ചെമ്മാട് ദാറുൽ ഹുദയിൽ നടന്ന SMF ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന വേദിയിലായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയെ വേദിയിലിരുത്തി പരാമർശം. മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ അടക്കം മുതിർന്ന ലീഗ് നേതാക്കൾ വേദിയിൽ ഉണ്ടായിരുന്നു.
4-ാം തീയതി ദുബൈയിലെ പെട്ടി പൊളിക്കുകയാണ്. അത് ഇൻഷാ അള്ളാഹു ഹൈറാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഇനി അടുത്തതിന് വരുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ നമ്മൾ കുഞ്ഞാലിക്കുട്ടി. ഇൻഷാ അള്ളാഹ് എല്ലാം ഇത്രയും പറയാനുള്ളൂ. വരുന്നിട്ട് കാണാം. 4-ാം തീയതി ഞാൻ പാണക്കാടുണ്ടാവും, സാധിക്കലിൻ്റെ പരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ആക്രമണത്തിൽ വിശദീകരണവുമായി നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. മന്ത്രി ആയുധം കൊണ്ട് ആക്രമിച്ചുവെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല. വീണ ജോർജ് അവശയായിരുന്നതുകൊണ്ട് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് ചെയ്തത്. സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. KSU പ്രവർത്തകർക്കെതിരെയുള്ള നടപടി എന്തോ അപരാധമെന്നാണ് കോൺഗ്രസുകാർ ചിത്രീകരിക്കുന്നതെന്നും ഷംസീർ വിമർശിച്ചു. ഇതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു അവശയായി നിൽക്കുന്ന മന്ത്രിയെ കണ്ടാൽ ഓക്കെ മാഡം എന്ന് പറഞ്ഞ് ട്രെയിൻ കയറി പോവുകയാണ് ചെയ്യണം. അവർ അവശയായിരുന്നു. അവിടെ ഉണ്ടായ ഒരു റൊക്കസ്, അവിടെ വേണമെങ്കിൽ ഒരു സ്കഫ്ലിംഗ് നടന്നു. അതിൻ്റെ ഭാഗമായി ഉണ്ടായ പരിക്കെന്ന് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പിന്നെ ഈ മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കലും ജയിലിൽ കിടക്കലൊന്നും ഒരു ആദ്യ സംഭവമല്ല. എൻ്റെയൊക്കെ ഹിസ്റ്ററി നിങ്ങൾ നോക്കിയാൽ മതി. ഏതാണ്ട് 100-ലേറെ ദിവസം ഞാൻ ജയിലിൽ കിടന്ന ആളാണ്. ഈ കരിങ്കൊടി കാണിച്ചിട്ടാണ്. അപ്പോൾ ഇതെന്തോ ഒരു മഹാജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് KSU പറയുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കൾ അതിന് എൻഡോസ് ചെയ്യാണ്. സമരം നടക്കുന്ന ആളെങ്ങനെയാണ്? സമരം നടക്കുമ്പോൾ അതുകൂടി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണ്ടേ? സമരം നടക്കുമ്പോൾ ജയിലിൽ പോകേണ്ടി വരും. പിന്നെ ഒരു വനിതാ മന്ത്രിക്ക് നേരെ KSUവിന് അത്രയും പെൺകുട്ടികളില്ലേ? ഒരു വനിതാ മന്ത്രിക്ക് നേരെ KSUവിൻ്റെ ആൺകുട്ടികളാണോ ചാടിയെടുക്കേണ്ടത്? അവർക്ക് പെൺകുട്ടികളില്ലേ? കരിങ്കൊടി കാണിക്കുന്നത് തെറ്റല്ല, പ്രതിഷേധിക്കുന്നത് തെറ്റല്ല. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പം ജയിലും കിടക്കേണ്ടി വരും. അത് ജയിലിൽ കിടത്തിയതെന്തോ മഹാ അപരാധമെന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പല ആളുകളും സൈബർ സ്പേസിൽ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകളും പറയുന്നത്. അത് ശരിയല്ല. കറണ്ട് ബില്ല് കൂടുമോ എന്ന് ഇപ്പോൾ ഉറപ്പ് പറയാനാകില്ലെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. കൂടുതൽ തുകയ്ക്ക് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ അനുമതിയായിട്ടുണ്ട്. ഇതുകൊണ്ട് പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. മുന്നൊരുക്കം ഉണ്ടായില്ല എന്ന റെഗുലേറ്ററി കമ്മീഷൻ വിമർശനം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം കഴിയുമല്ലോ. മഴ പെയ്താലേ ഉള്ളല്ലേ? ഇന്ത്യ മുഴുവൻ അതാണ് പ്രശ്നം. ഇന്ത്യ മുഴുവൻ പവർ ഷോർട്ടേജ് ഉണ്ട്. നമ്മൾ മാത്രമല്ല ഉണ്ടാകും. സാധാരണ നിലയ്ക്ക് റെഗുലേറ്ററി കമ്മീഷനാണ് അതിൻ്റെ വരവും ചെലവുമായിട്ട് പരിശോധിക്കുക. പക്ഷേ നമുക്ക് കുറച്ച് ലാഭം 2 വർഷമായിട്ട് ഉണ്ടാക്കി. ആ ലാഭത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പില്ലല്ലേ? കറണ്ട് ഉറപ്പ്. അങ്ങനെ ഇത് എത്ര റുപ്യക്ക് കിട്ടുന്നത് നമുക്കൊന്നും പ്രതീക്ഷയില്ല. പ്രകൃതി നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ കാര്യം ചെയ്യുന്നത്. ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു വിമർശനമുണ്ട്, മുന്നൊരുക്കം ഉണ്ടായില്ല എന്നുള്ളത്. അല്ല, അതിനെക്കുറിച്ച് വിശദീകരണം ചോദിക്കാൻ വേണ്ടി പരിശോധിക്കും. എക്സസ് വരുമ്പോൾ ലോഡ് ഷെഡിങ് അല്ല, ട്രിപ്പ് അകലാണ്. കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫറിന്റെ കീഴിൽ ആ കപ്പാസിറ്റിയിൽ വെച്ച് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ട്രിപ്പായി വരികയാണ്. ലോഡ് ഷെഡിങ് അല്ല. ലോഡ് ഷെഡിങ് വേണ്ടി വരില്ല. പ്രതീക്ഷ. ആം ആദ്മി MPമാരുടെ കൂറുമാറ്റം അംഗീകരിച്ച രാജ്യസഭാ അധ്യക്ഷൻ BJP MPമാരുടെ പട്ടികയിലായിരിക്കും ഇനി രേഖകളിൽ കൂറുമാറിയ 7 MPമാരെ ഉൾപ്പെടുത്തുക. ഇതോടെ രാജ്യസഭയിലെ AAPയുടെ അംഗങ്ങൾ 3 ചുരുങ്ങി. BJP അംഗസംഖ്യ 113 വർദ്ധിച്ചു. കൂറുമാറിയ MPമാരെ അയോഗ്യരാക്കണമെന്ന AAP വാദം രാജ്യസഭാ അധ്യക്ഷൻ അംഗീകരിച്ചില്ല. സൈത്ത് വിവരങ്ങളുമായി ചേരും. സൈത്ത്, നേരത്തെ ഈ കൂറുമാറ്റത്തിൻ്റെ പരിധിയിൽ ഇവർ വരുമെന്ന അവകാശവാദം AAPക്കുണ്ടായിരുന്നു. പ്രസിഡന്റിനെ അടക്കം കാണാൻ വേണ്ടി AAP നേതാക്കൾ ശ്രമിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നടപടി എന്താണ്? കൂറുമാറ്റത്തിനെതിരെ ആം ആദ്മി നടത്തിയ നീക്കങ്ങളൊന്നും ഫലം കാണുന്നില്ല എന്നതാണ് സാഹചര്യം. ഇപ്പം കൂറുമാറിയ 7 MPമാരെയും രാജ്യസഭയിൽ BJPയുടെ പട്ടികയിലാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇനി മുതൽ രാജ്യസഭാ രേഖകളിൽ അവർ BJP MPമാർ എന്നായിരിക്കും ഇനി മുതൽ അറിയപ്പെടുക. അത് അംഗീകരിച്ചിട്ടുണ്ട്. അതായത് തങ്ങളെ BJPയുടെ ഭാഗമായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭാ അധ്യക്ഷൻ അവർ കത്ത് നൽകിയിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം. അതേസമയം കൂറുമാറിയ MPമാരെ അയോഗ്യരാക്കണം എന്ന ആവശ്യം ആം ആദ്മി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. കാരണം മാറിയത് 10 MPമാരിൽ 7 പേരും പുതിയ ചേരിക്കൊപ്പം ചേർന്നു. ഇതോടെ കൂടി കൂറുമാറ്റ നിരോധന നിയമം സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടുകൂടി ആവണം രാജ്യസഭാ സെക്രട്ടറിയിൽ നിന്നും ഇത്തരമൊരു നടപടി ഉണ്ടായതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതോടുകൂടി രാജ്യസഭയിലെ ആം ആദ്മിയുടെ അംഗസംഖ്യ 3 ചുരുങ്ങുന്നു എന്ന സാഹചര്യം. അതേസമയം BJPക്ക് 7 പേരെ കൂട്ടിച്ചേർക്കപ്പെടുന്നതോടെ 113 അവരുടെ അംഗസംഖ്യ മാറുന്നു എന്ന മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. രാജ്യസഭാ MPമാരുടെ കൂറുമാറ്റത്തിനപ്പുറം ആം ആദ്മി പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ പലതുണ്ട്. ഒന്ന്, പഞ്ചാബിൽ അസാധാരണമായ ചില
പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്ന സൂചനയുണ്ട്. MLA-മാർ നല്ലൊരളവ് MLA-മാരും BJP-ക്കൊപ്പം ചേരുമോ, പുതിയ നീക്കം പ്രഖ്യാപിക്കുമോ എന്ന ആശങ്ക ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് നടത്തിയ ചില ഇടപെടലുകളും ഫലം കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ കൂറുമാറ്റ നീക്കം വീണ്ടും ഉണ്ടാവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ പഞ്ചാബിലെ ഭരണമടക്കം തുലാസിലാവുന്ന സാഹചര്യം ആം ആദ്മിക്ക് മുന്നിലുണ്ട്. അതിനപ്പുറം അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുരുതരമായ പ്രതിസന്ധിയാണ് ആം ആദ്മിയെ കാത്തിരിക്കുന്നത്. ശരി. വൈറ്റ് ഹൗസ് വെടിവെപ്പിൽ പ്രതി തോമസ് അലനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇയാൾ ട്രംപിന് പുറമെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടിരുന്നതാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതി കുടുംബത്തിന് അയച്ച സന്ദേശങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതിൽ ആക്രമണം നടന്ന ഹിൽട്ടൺ ഹോട്ടലിലെ സുരക്ഷാ വീഴ്ചകളെ പ്രതി പരിഹസിക്കുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ട്രംപിന് മുൻപ് JD വാൻസിനെ രക്ഷിച്ചതും വലിയ പ്രോട്ടോകോൾ ലംഘനമെന്നാണ് വിലയിരുത്തൽ. ഹിൽസ്റ്റൺ ഹോട്ടലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന ആക്രമണം അത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചതാണ്. എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന കൂടുതൽ വിശദാംശങ്ങളാണ് ഈ ആക്രമണത്തെപ്പറ്റി പുറത്തു വരുന്നത്. അതായത് ഈ ആക്രമണത്തിൽ സംഭവിച്ച സെക്യൂരിറ്റി ലാപ്സിനെ സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അതായത് ഈ അക്രമിയായിട്ടുള്ള തോമസ് അലൻ ഇയാൾ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന പല ഘട്ടങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ തടയാനോ അല്ലെങ്കിൽ പരിശോധനകൾക്ക് വിധേയമാക്കാനോ തയ്യാറായിരുന്നില്ല. ഇത് CCTV ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്ന ഹാളിന് പുറത്തു വെച്ച് മാത്രമാണ് ഉദ്യോഗസ്ഥർ ഇയാളെ തടയാൻ തയ്യാറായത്. അപ്പോഴാണ് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഷോട്ട് ഗൺ ഉപയോഗിച്ചുകൊണ്ട് വെടിയുതിർക്കുകയും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തത്. ഈ ഷോട്ട് ഗണ്ണിൽ നിന്ന് വന്ന ബുള്ളറ്റ് ഇയാളുടെ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് തുളച്ചുകൊണ്ട് ഇയാളുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. ഇതിൽ ഇയാൾക്ക് നേരിയ പരിക്കാണ് ഏറ്റത്. ഇയാളിപ്പോൾ നിലവിൽ ആശുപത്രി വിട്ടതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇയാളുടെ കയ്യിൽ ഒരു ഷോട്ട് ഗണ്ണിന് പുറമെ ഹാൻഡ് ഗണ്ണുകളും അതുപോലെ തന്നെ ചില കത്തികളും ഉണ്ടായിരുന്നതായിട്ടും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിയായിട്ടുള്ള തോമസ് അലനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു സുരക്ഷാ വീഴ്ചയാണ് പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആദ്യം സുരക്ഷിതമാക്കുന്നതിന് പകരം JD വാൻസിനെ അകത്തേക്ക് കൊണ്ടുപോയത്. ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസിനെയാണ് വെടിവെച്ച ഉയർന്ന ശേഷം ആദ്യം ഉള്ളിലേക്ക് കൊണ്ടുപോയി സുരക്ഷിതനാക്കിയത്. അതിനുശേഷമാണ് പ്രസിഡന്റ് ട്രംപിനെ അകത്തേക്ക് കൊണ്ടുപോയതെന്ന് വ്യക്തമാണ്. ഇത് തന്നെ ഒരു പ്രോട്ടോകോൾ ലംഘനമാണെന്നും പരക്കെ വിമർശനമുണ്ട്. എന്തായാലും ഈ അക്രമി തൻ്റെ കുടുംബത്തിന് അയച്ച ചില സന്ദേശങ്ങളും അതുപോലെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ചില കുറിപ്പുകളും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കുറിപ്പുകളിൽ തന്നെ പ്രതിയായിട്ടുള്ള തോമസ് അലൻ ഈ സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് വളരെ പരിഹാസരൂപേണ പ്രതിപാദിക്കുന്നുണ്ട്. ഇയാൾ എടുത്തു പറയുന്ന കാര്യം താനൊരു ഇറാനിയൻ ചാരനാണെങ്കിൽ പോലും തനിക്ക് ഈ കെട്ടിടത്തിനകത്ത് സുഖവുമായി കടന്നു ചെല്ലാൻ സാധിക്കും. കാരണം ഈ ഹിൽസ്റ്റൺ ഹോട്ടലിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രധാനമായിട്ടും ഈ സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അന്ന്, അതായത് ഈ ഡിന്നർ നടക്കുന്ന ദിവസം കെട്ടിടത്തിലേക്ക് വന്ന മറ്റ് പുറത്തു നിന്നുള്ള ആളുകളെ മാത്രമാണ് പരിശോധനകൾക്ക് വിധേയമാക്കിയത്. മാത്രമല്ല പുറത്തു നിന്നുള്ള പ്രതിഷേധക്കാരെ മാത്രമാണ് ഇവർ കൂടുതലായി ഫോക്കസ് ചെയ്തത്. അല്ലാതെ ഈ കെട്ടിടത്തിനകത്ത് 2-3 ദിവസം മുൻപ് മുറിയെടുത്ത് താമസിക്കുന്നവരെ യാതൊരു പരിശോധനകൾക്ക് വിധേയമാക്കാനും ഇവർ തയ്യാറായിരുന്നില്ല എന്ന് ഇയാൾ ഒരു ഹാസ്യരൂപേണ തൻ്റെ കുറിപ്പുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് വിശദാംശങ്ങൾ, അതായത് ഈ ട്രംപിനെ പേരെടുത്ത് വിമർശിക്കാതെയുള്ള, പേരെടുത്ത് പറയാതെയുള്ള ചില വിമർശനങ്ങളും പ്രതിപാദിക്കുന്ന ചില വരികളും ഇയാളുടെ കുറിപ്പുകളിൽ നിന്ന് നിലവിൽ കണ്ടെടുത്തിട്ടുണ്ട്. അതായത് ഒരു ബാലപീഡകന്റെയും ഒരു ബലാത്സംഗിയുടെയും രാജ്യദ്രോഹിയുടെയും കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇയാൾ ട്രംപിനെ ഇൻഡയറക്റ്റായി ഉദ്ദേശിച്ചുകൊണ്ട് തൻ്റെ കുറിപ്പുകളിൽ സൂചിപ്പിക്കുന്നത്. ഇത് എപ്സ്റ്റീൻ ഫയൽസിലുള്ള ട്രംപിന് നേരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് നേരിട്ട് ഉള്ള ഒരു കാര്യങ്ങളാണ് ഇതിൽ എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അന്വേഷണങ്ങൾ നിലവിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി ഇതിനിടെ റഷ്യയിലേക്ക് എത്തി. മിനാബിൽ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ സ്മരണാർത്ഥം മിനാബ് 168 എന്ന സൈൻ ബോർഡുള്ള വിമാനത്തിലായിരുന്നു യാത്ര. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അറഗ്ചി കൂടിക്കാഴ്ച നടത്തും. ഇറാന്റെ ആണവ പദ്ധതികളെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നേക്കുമെന്നാണ് സൂചന. അതേസമയം പാകിസ്ഥാന് മുന്നിൽ US-ഉമായി ചർച്ചകൾക്കുള്ള ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചു. ആണവ പദ്ധതിയിലും ഹോർമുസിലെ ഗതാഗതത്തിലും നിയന്ത്രണങ്ങൾക്ക് വഴങ്ങില്ലെന്നാണ് തീരുമാനം.
ഇറാൻ അമേരിക്ക ചർച്ചകൾക്കുള്ള സാധ്യതകൾ കൂടുതൽ വിദൂരമാക്കിക്കൊണ്ടാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി നിലവിൽ റഷ്യയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. റഷ്യയിലുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ലാൻഡ് ചെയ്ത അബ്ബാസ് അരക്ചിയുടെ വിമാനം തന്നെ നിലവിൽ മാധ്യമങ്ങളിൽ വാർത്തയായിട്ടുണ്ട്. ഈ വിമാനത്തിൽ മിനാബിൽ US നടത്തിയിട്ടുള്ള ആക്രമണത്തെ ഉദ്ദേശിച്ചുകൊണ്ട് മിനാബ് 168 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 168 എന്ന് പറയുന്നത് മിനാബിലെ സ്കൂളിൽ US നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണമാണ്. ഇതിനു മുൻപേ പാകിസ്ഥാനിൽ US-മായി നടന്ന ആദ്യഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ ഉപയോഗിച്ചിട്ടുള്ള വിമാനത്തിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ സ്കൂൾ ബാഗുകളും പുസ്തകങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു ഇതേ വിമാനത്തിനുള്ളിലും. ഇപ്പോൾ ഈ വിമാനത്തിന് പുറത്താണ് ഈ മിനാബ് 168 എന്ന് രേഖപ്പെടുത്തി US-നെ പരോക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ഇന്ന് തന്നെ റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇറാന്റെ ആണവ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാകും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. ഇറാനിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം US എയർലിഫ്റ്റ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ ട്രംപ് അറിയിച്ചിരുന്ന കാര്യമാണ്. ഇത് ഇറാന്റെ സമ്മതത്തോടെയോ അല്ലാതെയോ തന്നെ US ചെയ്യുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവ വിഷയങ്ങളെ സംബന്ധിച്ച് നിലവിൽ റഷ്യയുമായി ചർച്ച നടത്താൻ തന്നെയാണ് അബ്ബാസ് അരക്ചി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഭീഷണി ഇറാൻ നേരിടുകയാണെങ്കിൽ ഈ യുറേനിയം നേരിട്ട് റഷ്യയിലേക്ക് എത്തിക്കാനാണ് ഇറാൻ നിലവിൽ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഈ യുറേനിയം റഷ്യയിലെത്തിച്ച് യുറേനിയം സുരക്ഷിതമാക്കി തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകാനും ഇവർ പദ്ധതിയിടുന്നു. റഷ്യ ഇറാന്റെ മുൻപേ തന്നെയുള്ള ഒരു അനുയായിയാണ്. അതുകൊണ്ട് ഈ ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ഇറാന് റഷ്യയുടെ പിന്തുണ നേരത്തെ തന്നെ ഉറപ്പാക്കിയ കാര്യമാണ്. പക്ഷേ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്ളാഡിമിർ പുടിൻ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഇവിടെ പ്രസക്തമാണ്. എന്തായാലും ഇറാൻ നിലവിൽ US-മായിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറായിട്ടില്ല. അവരുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മസ്കറ്റിലെത്തിയ അബ്ബാസ് അരക്ചി ഒമാന്റെ സുൽത്താനുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുമാത്രമല്ല പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ രണ്ടാമത് തിരിച്ചെത്തിയ ശേഷം അബ്ബാസ് അരക്ചി ഇറാന്റേതായിട്ടുള്ള ചില ഉപാധികൾ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു. അതായത് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹോർമുസ് കടലിടുക്കിലുള്ള US ഉപരോധം അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. ഈ ഉപരോധം അവസാനിപ്പിച്ചാൽ മാത്രമേ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു നൽകൂ എന്ന് ഇറാൻ ഒരു ഉപാധിയായി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാന്റെ ടോൾ പിരിവ് തുടരും എന്നും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ഉപാധി ഇനി തുടർന്ന് അതായത് മുന്നോട്ട് ഇറാനെ ആക്രമിക്കില്ല എന്ന് US ഉറപ്പ് നൽകണമെന്നും ഇറാന്റെ ആണവ അവകാശങ്ങൾ അംഗീകരിക്കണമെന്നും ഇതിനകത്ത് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായി ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ മുന്നോട്ട് വെച്ച 3 നിർദ്ദേശങ്ങളും US അംഗീകരിക്കാൻ സാധ്യതയില്ല. എന്നാൽ ട്രംപ് ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇറാൻ ഇനി ഭാവിയിൽ ഒരു ആണവ ആയുധം ഉണ്ടാക്കില്ല എന്നും ഇറാൻ ഒരു ചർച്ചകൾക്ക് തയ്യാറാകും എന്ന് തന്നെയാണ്. പക്ഷേ നിലവിൽ ഇറാൻ യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് നിലവിലെ സൂചനകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. ബിഗ് ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിനെതിരെ പരാതി. ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും നടത്തിയെന്നാണ് പരാതി. പരാതിക്കാരിയായ യുവതി പാലാരിവട്ടം പോലീസിനെയാണ് സമീപിച്ചത്. 65 ലക്ഷം രൂപ തട്ടിയെടുത്തു. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതേസമയം താൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് ഷിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. പാലാരിവട്ടം പോലീസിൽ ഒരു പരാതി ഇന്ന് രാവിലെ കിട്ടിയെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നോ? അല്ല, എന്നെ പാലാരി സ്റ്റേഷനിൽ തന്നെ ഒരു കോൾ വന്നിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാറേ ഞാനിവിടെ സ്ഥലത്തില്ല, ഒരു 3 ദിവസം കഴിയുമ്പോൾ ഞാൻ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. എനിക്കറിയാൻ നമ്മൾ ആരാണ് ആക്ച്വലി എന്താ സംഭവം എന്നൊന്നും എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു ബഹ്റിനിലുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരു യുവതിയാണ്. 49 ലക്ഷം രൂപ പലപ്പോഴേ തട്ടിയെടുത്തു, പിന്നീട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. ആക്ച്വലി ഞാൻ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ആരും പൈസ തട്ടിയെടുത്തിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ പൈസ തട്ടിയെടുത്തിട്ട് എന്താണ് ചെയ്യാനുള്ളത്? അപ്പൊ ഈ പരാതി നൽകിയ പെൺകുട്ടിയെ കുറിച്ച് അറിയില്ല, യുവതിയെ അറിയില്ല. എനിക്ക് ആരാന്ന് അറിയാൻ പാടില്ല, സത്യം പറഞ്ഞ എന്താ സംഭവം അറിയില്ല. ഇനിയിപ്പോ ഇത് വല്ല പ്ലാൻ ചെയ്തെന്തെങ്കിലും അല്ല നമുക്കിത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ രണ്ട് 3 ദിവസങ്ങളായിട്ട് കുറെ കോൺട്രവേഴ്സികളായിട്ടും പ്രശ്നങ്ങളായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്കിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വേണമെങ്കിലും പീഡന പരാതി കൊടുക്കാമെന്നുള്ളൊരു സമയമാണല്ലോ. എനിക്കറിയാൻ പാടില്ല സത്യം പറഞ്ഞ. ഇപ്പൊ എവിടെയാണുള്ളത്?
ഞാൻ കേരളത്തിലുണ്ട്. ഉണ്ട്. അപ്പൊ 3 ദിവസം കഴിഞ്ഞിട്ട് അല്ല, ഞാൻ വൈഫിന് ഡെലിവറി ആയിട്ട് ട്രീറ്റ്മെന്റിലേക്കാണ്. ഓ, ഓക്കെ. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഷിയാസ് കൃത്യമായി തന്നെ ഈ ആരോപണം നിഷേധിക്കുന്നുണ്ട്. പോലീസിന്റെ പക്കൽ പക്ഷേ പരാതിയുണ്ട്. യുവതി നേരിട്ടാണോ പരാതി നൽകിയത്? നിയമ നടപടികളിലേക്ക് കടക്കുകയാണോ പോലീസ്? രഞ്ജിത്ത്, ഇന്ന് രാവിലെയാണ് ഷിയാസ് കരീമിനെതിരെ യുവതി പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയത്. പക്ഷെ പോലീസ് ഇതുവരേക്കും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ പരാതി പരിശോധിച്ചിരിക്കുകയാണ്. ഷിയാസിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. പക്ഷേ ഈ ആശുപത്രി കേസ് നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലാണ്. അത് കഴിഞ്ഞ ശേഷം 3 ദിവസം കഴിഞ്ഞ ശേഷം സ്റ്റേഷനിലേക്ക് എത്താമെന്നാണ് ഷിയാസ് കരീം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ യുവതി പരാതിയിൽ പറയുന്നത് 49 ലക്ഷം രൂപ ഷിയാസ് കരീം തന്റെ പക്കൽ നിന്നും പലപ്പോഴായി തട്ടിയെടുത്തെന്നാണ്. 2018 ഷിയാസ് കരീമിനെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടത്. പിന്നീട് ഇവർക്കിടയിൽ ഒരു സൗഹൃദമുണ്ടായി. തുടർന്ന് 2023 മുതൽ ഇവർ ഒന്നിച്ചായിരുന്നു താമസിച്ചത്, ലിവിംഗ് ടുഗദർ ആയിരുന്നു. അതിനിടയിൽ ഷിയാസ് തന്നിൽ നിന്നും പലപ്പോഴായി പണം വാങ്ങി, കോഴിക്കോട് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി പണം വാങ്ങി. പിന്നീട് ഒരു ജിമ്മ് തുടങ്ങുന്നുണ്ട്. അതിന്റെ പാർട്ട്ണർ ആക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് പിന്നെയും പണം തട്ടിയെടുക്കുകയായിരുന്നു. പലപ്പോഴായി തന്നിൽ നിന്ന് പണം തട്ടിയെടുത്ത്. ആ സമയത്ത് ഷിയാസ് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഷിയാസ് കല്യാണം കഴിച്ച വിവരം താൻ അറിയുന്നത്. തന്നെ ജീവിത അവസാനം വരെ നോക്കിക്കോളാമെന്ന് ഷിയാസ് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നീടാണ് ഈ വാക്കുകളെല്ലാം മാറ്റി ഷിയാസ് മറ്റൊരു യുവതിയുമായി വിവാഹം ചെയ്തത്. ഈ പണമെല്ലാം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഷിയാസ് തന്നെ ഭീഷണിപ്പെടുത്തി. ഇവർ ഒരുമിച്ചുള്ള ചില ദൃശ്യങ്ങളും മറ്റ് ചിത്രങ്ങളുമെല്ലാം ഈ പോൺ സൈറ്റുകളിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഷിയാസ്. അതിനെ തുടർന്നാണ് താൻ പാലാരിവട്ടം പോലീസിന് പരാതി നൽകുന്നതെന്നാണ് യുവതി പറയുന്നത്. പക്ഷേ ഇതിന് ശേഷം, അതായത് ആദ്യം ന്യൂസ് 18 ഷിയാസ് പ്രതികരിക്കുമ്പോൾ തനിക്ക് ഈ യുവതിയെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ പിന്നീട് ഷിയാസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് ഷിയാസ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നപ്പോഴാണ് തൻ്റെ ഉമ്മയുടെ ഒരു സുഹൃത്താണ്, അല്ലെങ്കിൽ തനിക്ക് അറിയാവുന്ന, കുടുംബപരമായി അറിയാവുന്ന ഒരു യുവതിയാണിത്. അവർ വിവാഹം കഴിച്ചു, മോചിതയാണ്. തന്നിൽ നിന്നാണ് പലപ്പോഴായി യുവതി പണം വാങ്ങിയത്. അത് പെരുമ്പാവൂർ പോലീസിൽ താൻ പരാതി നൽകിയിട്ടുണ്ട്. അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. അപ്പോൾ തന്റെ കയ്യിൽ നിന്നാണ് പണം തട്ടിയത്. തന്റെ പണം തിരികെ നൽകാത്തതായതോടുകൂടി ആണ് പരാതി നൽകാനായി മുന്നോട്ട് വന്നത്. പക്ഷെ ഇപ്പോൾ തന്റെ പരാതി നൽകിയതിന് പിന്നാലെയാണ് യുവതി ഇപ്പോൾ തനിക്കെതിരെ ഇത്തരത്തിലൊരു വ്യാജ പരാതി നൽകിയതെന്നാണ് ഷിയാസിന്റെ വിശദീകരണം. എന്തായാലും പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ പെരുമ്പാവൂരിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. അതൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പാലാരിവട്ടം പോലീസ്. ഏതായാലും ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരോപണങ്ങൾ വരുന്നത് ആദ്യമായല്ല നവമി. ഇതിന് മുൻപും ചില ആരോപണങ്ങളൊക്കെ ഷിയാസിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ യുവതി നേരിട്ട് വന്ന് മൊഴി നൽകുക, തെളിവുകൾ ഹാജരാക്കുക, ഫോൺ സംഭാഷണങ്ങളും പൈസ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ രേഖകളുമൊക്കെ കാണുമല്ലോ. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കും ഈ യുവതി എന്നാണോ മനസ്സിലാക്കേണ്ടത്? പോലീസ് ഇതുവരെ ഈ പരാതിയിന്മേൽ കേസെടുക്കാത്തത് മറ്റെന്തെങ്കിലും സംശയങ്ങളുടെ പുറത്താണോ? പോലീസിന് ചില സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് പെരുമ്പാവൂരിൽ ഒരു കേസ് നേരത്തെ ഷിയാസ് കരീം ഈ യുവതിക്കെതിരെ നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ്. അത് പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാമെന്നാണ് പാലാരിവട്ടം പോലീസ് പറയുന്നത്. അതേസമയം യുവതി തന്റെ പക്കലുള്ള, അതായത് ഷിയാസിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുള്ള ഈ തുകയുടെ മറ്റ് വിവരങ്ങളും ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ, ഇവരുടെ ചാറ്റുകൾ, മറ്റ് പോസ്റ്റുകൾ, ഇതെല്ലാം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്, തെളിവായി കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഷിയാസ് പറയുന്നത് തന്നിൽ നിന്നാണ് ഈ യുവതി പണം തട്ടിയെടുത്തത്. പലപ്പോഴായി ഈ പണം തിരികെ ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും യുവതി തന്നെയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ പരാതി നൽകിയിരിക്കുന്നത് എന്നുകൂടി ഷിയാസ് പറയുന്നുണ്ട്. തനിക്ക് അങ്ങനെ ഒരാളെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല, പണം തട്ടിയിട്ട് എന്ത് ചെയ്യാനാണെന്ന ചോദ്യമാണ് ഷിയാസ് ന്യൂസ് 18 ചോദിച്ചത്. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസിന് ഇന്ന് രാവിലെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഒരു യുവതിയാണ് പരാതി നൽകിയത്. എന്തായാലും പോലീസ് ഇതിൽ തുടർ നടപടികൾ എന്ത് സ്വീകരിക്കുമെന്നതാണ് ഉറ്റുനോക്കുന്നത്. ഷിയാസ് ഇപ്പോൾ നിലവിൽ പോലീസിന് മുന്നിൽ ഹാജരായിട്ടില്ല. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം പോലീസിന് മുന്നിൽ അല്ലെങ്കിൽ പോലീസുമായി സഹകരിക്കാമെന്നാണ് ഷിയാസ് വ്യക്തമാക്കിയിട്ടുള്ളത്. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടുക്കിയിൽ 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി 3 വർഷങ്ങൾക്ക് ശേഷം പോലീസ് പിടിയിൽ.
ഇഞ്ചിക്കാട് സ്വദേശി ധനുഷാണ് പിടിയിലായത്. 2023 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇയാൾ പ്രണയം നടിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് മറ്റൊരാളുമായി പ്രണയത്തിലായ പ്രതി 15-കാരിയുമായുള്ള അടുപ്പം ഉപേക്ഷിച്ചു. ഈ കേസിലാണ് വീട്ടുകാരുടെ പരാതിയിൽ പ്രതിയെ പോലീസ് പിടികൂടിയത്. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ അമർ സിംഗ് നായകന്റെ നേതൃത്വത്തിലാണ് നടപടി. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിൽ ഭരണ പ്രതിപക്ഷ പോര്. നഗരസഭയുടെ പിടിപ്പുകേടാണ് പ്രശ്നം വഷളാക്കിയെന്ന് ആരോപിച്ച് കൗൺസിൽ യോഗത്തിൽ LDF UDF കൗൺസിലർമാർ പ്രതിഷേധിച്ചു. വാട്ടർ അതോറിറ്റിയാണ് കുടിവെള്ള പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന നിലപാടിലാണ് BJP ഭരണസമിതി. കൗൺസിൽ യോഗത്തിന് പിന്നാലെ BJP പ്രവർത്തകർ വാട്ടർ അതോറിറ്റി MDയുടെ ഓഫീസ് ഉപരോധിച്ചു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ ആഴ്ചകളായി തുടരുന്ന കുടിവെള്ള ക്ഷാമത്തിനിടെ ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഇത് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിമാറിയത്. കുടിവെള്ള പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മേയർക്കും ഭരണസമിതിക്കും ഒഴിഞ്ഞുമാറാനാവില്ല എന്ന് UDFന്റെയും LDFന്റെയും കൗൺസിലർമാർ ആവർത്തിച്ചതോടെയാണ് അതിന് പ്രതിരോധം തീർക്കുന്ന നടപടികളുടെ ഭാഗമായി കൗൺസിൽ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിന് പിന്നാലെ വാട്ടർ അതോറിറ്റി MDയുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയത്. അതിനുശേഷം ഈ ഉപരോധക്കാരെ അവിടെ നിന്ന് മാറ്റുന്നതിന്റെ ഭാഗമായി പിന്നീട് ചീഫ് എഞ്ചിനീയറുടെ പ്രതിനിധി നേരിട്ടെത്തി ഈ ഉപരോധത്തിലേക്ക് നയിച്ച സാഹചര്യം അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ഇതിനോടകം സ്വീകരിച്ച നടപടികളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില അനാസ്ഥകൾ നിലനിൽക്കുന്നത് കാരണമാണ് ഈ പ്രശ്നത്തിന് പൂർണ്ണമായി പരിഹാരമുണ്ടാക്കാൻ കഴിയാത്തത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് BJP കൗൺസിലർമാർ. അതേസമയം മന്ത്രിതലത്തിൽ ഇടപെടൽ നടത്തി ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ജല അതോറിറ്റി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതൊരു കുടിവെള്ള പ്രശ്നം യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയ ആയുധമായി ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിമാറിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് ജല അതോറിറ്റി അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകാത്ത പക്ഷം കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് LDFന്റെയും UDFന്റെയും കൗൺസിലർമാർ. അതേസമയം ഇത് നഗരസഭയുടെ പരിധിയിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ് ഭരണസമിതിയായ BJP. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിൽ മേയർക്കെതിരെ ആഞ്ഞടിച്ച് K. മുരളീധരൻ. വിഷയത്തിൽ മേയറും വാട്ടർ അതോറിറ്റിയും പരസ്പരം പഴിചാരുന്നുവെന്നാണ് വിമർശനം. ഫലപ്രദമായി ഉത്തരവാദിത്തം നിറവേറ്റാൻ എന്തുകൊണ്ട് നഗരസഭയ്ക്ക് കഴിയുന്നില്ലെന്നും മുരളീധരൻ ചോദിച്ചു. 45 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ഒരു ആനുകൂല്യവും നഗരത്തിനു വേണ്ടി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചില്ല. പ്രധാനമന്ത്രി വന്ന് മേയറെ കെട്ടിപ്പിടിച്ചു പോയെന്ന് മുരളീധരൻ പരിഹസിച്ചു. മേയറോട് പരാതി പറയാൻ ചെന്നാൽ മേയർ പറയും വാട്ടർ അതോറിറ്റിയോട് പറയും. വാട്ടർ അതോറിറ്റിയോട് എന്ന് പറഞ്ഞാൽ വിതരണാവകാശം നഗരസഭയ്ക്കാണെന്ന് വാട്ടർ അതോറിറ്റി പറയും. ഇങ്ങനെ രണ്ടു ഭാഗത്തും കടന്നു ഓടുക ജനം. അപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ട ചുമതല രണ്ടു കൂട്ടർക്കും. വാട്ടർ അതോറിറ്റിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള ജലവിതരണത്തിന്റെ മുഖ്യ ഉത്തരവാദിത്വം. അപ്പൊ തിരുവനന്തപുരത്ത് താലൂക്ക് ഓഫീസിൽ പോലും വെള്ളം കിട്ടാനില്ല. വാട്ടർ അതോറിറ്റിയുടെ തകരാറാണെന്ന് അത് പറയുമ്പോൾ ഫലപ്രദമായി ജലവിതരണം നടത്താൻ എന്തുകൊണ്ട് നഗരസഭയ്ക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ട് ആ ഉത്തരവാദിത്വം നഗരസഭ നിർവഹിക്കുന്നില്ല? അപ്പൊ അധികാരത്തിൽ വന്ന ഇപ്പൊ 3 മാസമായി. ഈ 3 മാസത്തിൽ ഏതാണ്ട് 1 മാസം ഡൽഹിയിലായിരുന്നു. KK എക്സ്പ്രസിലെ യാത്ര, പ്രധാനമന്ത്രിനെ കണ്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയി. പ്രധാനമന്ത്രി നഗരത്തിൽ വന്നു. ഈ ഭരണം വന്നതിന് ശേഷം 25-ാം ദിവസം വന്നു. 45-ാം ദിവസം കൊണ്ടുവന്നാണ് പറഞ്ഞത്. നേരത്തെ വന്നു. പക്ഷേ 45 ദിവസം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചു. വന്നു, മേയറെ കെട്ടിപ്പിടിച്ചു എന്നല്ലാതെ മറ്റൊരു പിടുത്തം ഉണ്ടായിട്ടില്ല. വേനൽ ചൂട് കടത്തത് വിനോദസഞ്ചാര മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ചൂടിൽ നിന്ന് രക്ഷ തേടി ബീച്ചുകളിലേക്ക് സന്ദർശക പ്രവാഹമാണ്. വിദേശികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടെങ്കിലും ആഭ്യന്തര വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കോവളം ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ. അവധിക്ക് വേനൽ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ഇടവേളകൾ ആനന്ദകരമാക്കി മാറ്റുക എന്നതാണ് മലയാളികൾക്ക് മുമ്പിൽ ഈ വേനൽക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഞാനിപ്പോൾ നിൽക്കുന്നത് കോവളം ബീച്ചിലാണ്. നമുക്കറിയാം, സാധാരണയായി യുദ്ധമുണ്ടായതിന് പിന്നാലെ വിദേശത്തു നിന്നുള്ള സഞ്ചാരികളുടെ കടന്നുവരവിലൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടിരുന്നെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച
സ്വദേശികളായ ആളുകളെ കൊണ്ട്, അത് കേരളത്തിന് പുറത്തു നിന്നുള്ള തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ കൂട്ടമായി ഇവിടേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. ഈ ചൂട് ഒരു വശത്തിങ്ങനെ നിലനിൽക്കുമ്പോഴും കടലിൽ ഈ തിരയിൽ ഇങ്ങനെ ആർത്തുല്ലസിച്ചുകൊണ്ട് സംഘം ചേർന്ന് സമയം ചെലവഴിക്കുകയാണ് അവർ. കോവളത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ തിരക്കാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ നേരം വാഹനങ്ങൾ ബ്ലോക്കിൽ കിടക്കുന്ന അവസ്ഥയുണ്ട് ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴിയിലേക്ക്. കാരണം പോലീസിന്റെ നിയന്ത്രണമടക്കം അവിടെ നിലനിൽക്കുകയാണ് ഇപ്പോൾ. അത്രമാത്രം തിരക്കാണ് പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളൊക്കെ കോവളത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് റഷ്യയിൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളാണ് ഇനി ഇവിടെ ബാക്കിയുള്ളവരിൽ അധികവും. കാരണം ഇവിടുത്തെ സീസൺ ഏതാണ്ട് വിദേശികളുടെ സീസൺ അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സ്വദേശത്ത് നിന്നുള്ള ടൂറിസ്റ്റുകൾ തന്നെ, ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണം, കോവളത്തേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, സമാനതകളില്ലാത്ത വേനൽ ചൂടാണ്. ആ വേനൽ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങൾക്ക് സമയം കണ്ടെത്തുക എന്നതാണ് ഒരു പ്രധാന വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് ഈ ബീച്ചിലേക്ക് കോവളം ഉൾപ്പെടെയുള്ള ബീച്ചിലേക്ക് എത്തിക്കൊണ്ട് ആ വേനൽ അവധിക്കാലം അടിച്ചു പൊളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൌത്യത്തിലേക്ക് നമ്മുടെ കുട്ടികളടക്കം എത്തുന്നത് വേണം കരുതാൻ. തിരുവനന്തപുരം ആയിരവല്ലിക്കടവിൽ വീണ്ടും മുങ്ങിമരണം. മൂന്നാമൂട് ആയിരവല്ലി ക്ഷേത്രത്തിന് സമീപം കുളിക്കുന്നതിനിടെ ശംഖുമുഖം സ്വദേശി മനുബനാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂബ ടീം എത്തിയാണ് കണ്ടെത്തിയത്. CPR നൽകി 108 ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് മരിച്ചു. നമുക്കിനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം ഗ്രാമിന് 14,155, പവന് 1,13,240. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,680, പവന് 93,440. വെള്ളി ഗ്രാമിന് 260, കിലോയ്ക്ക് 2,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.